ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒന്ന് 27 രാവിലെ നമ്മൾ നെയ്യപ്പം ചുടുക കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ ചിലർക്ക് പൊട്ടിപ്പോവുക എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചിലർക്ക് ചട്ടിയിൽ നിന്ന് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക. പിന്നെ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിക്കൊരു അരി അരച്ചെടുക്കുമ്പോൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 മൈസൂർ പായ കേട്ടോ. ഇത് ചെറുതാണ്, അതുകൊണ്ടാണ് 1/2 കിലോന് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 മൈസൂർ പായം ചെറുതാണ്, വലുതാണെങ്കിൽ ഒറ്റൊന്ന് മതി കേട്ടോ. അപ്പോൾ നമുക്ക് അരി ഇട്ടിട്ട് ശർക്കര പാവ് ഒഴിച്ചിക്കാണ്ട് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ടൈറ്റിൽ അരച്ചെടുക്കണം കേട്ടോ. അതിനനുസരിച്ചുള്ള ശർക്കര പാവ് നമ്മൾ ഒഴിക്കണം. അപ്പോൾ ചിലർ നല്ല ജീരകം ഒക്കെ ഇടും, അത് ആവശ്യമുള്ളവർക്ക് ഇടാം. ഏലക്കായ അതൊക്കെ ഇടാം, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും ചേർക്കണില്ല. നമ്മൾ ശർക്കര പാവ് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാകത്ത് ടൈറ്റിന്, ഭയങ്കര ടൈറ്റും അല്ല എന്നാൽ ലൂസും അല്ലാത്ത ഇതിലാണ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, നമ്മൾ കുറച്ചേ ചുടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചിലവർക്ക് ചട്ടി പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. കറക്റ്റായിട്ട് പൊന്തി വരും ചെയ്യും, അത് നെയ്യപ്പത്തിൻ്റെ ഷേപ്പ് കൂട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. കാരണം നെയ്യപ്പം ചിലർക്ക് ചുടാൻ ഇഷ്ടക്കാരം ചിലപ്പോൾ ശരിയാകാത്തതുകൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കും.